ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു സർപ്രൈസിങ് വ്ളോഗാണ് കേട്ടോ. ജിബിയുടെ മമ്മിയും പപ്പയും എല്ലാവരും കൂടിയിട്ട് ഒരു ഫംഗ്ഷന് വേണ്ടി പോവാണ്. അപ്പൊ ഞാനും സാൻഡിയും മാത്രം വീട്ടിൽ ഒറ്റയ്ക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചക്കയുടെ പരിപാടിയിലേക്ക് നടന്നു. ചക്ക എപ്പോൾ കഴിക്കാൻ തന്നാലും ഞങ്ങൾക്ക് ഓക്കെ ആണ് കേട്ടോ. കാലത്ത്, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി എപ്പോൾ ചക്ക കിട്ടിയാലും ഞങ്ങൾ ഹാപ്പിയാണ്. ഇവിടുത്തെ ചക്കയാണെങ്കിൽ ഒരു അടിപൊളി വരിക്ക ചക്കയാണ് കേട്ടോ. ഇതിന്റെ തന്നെ കുരു പാവിയിട്ട് സെയിം ഒരു പ്ലാവുണ്ട്. അതിന്റെ ചക്കയ്ക്കാണെങ്കിൽ ഈ ടേസ്റ്റ് അല്ല കേട്ടോ. ഇതിന് വേറൊരു ടേസ്റ്റ്, അതിന് വേറൊരു ടേസ്റ്റ്. അതെന്താണോ അങ്ങനെ? എന്തായാലും ഈ ചക്കയുടെ അത്ര വരില്ല കേട്ടോ. ഇതൊരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചക്കയായിട്ട് എനിക്ക് തോന്നാറ്. സാൻഡി മോൾക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പച്ച ചക്ക വരെ അവൾ വെറുതെ ഇരുന്ന് തിന്നും. ചക്കയുടെ തന്നെ എന്ത് ഐറ്റംസ് ഉണ്ടാക്കി കൊടുത്താലും അവൾ കഴിച്ചോളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നാട്ടിലേക്ക് വരുമ്പോൾ ചക്ക ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഇതിപ്പോൾ തുടങ്ങിയതല്ല കേട്ടോ. പണ്ട് മുതൽക്കേ ചക്ക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. അങ്ങനെ ചക്കയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ അമ്മായിമ്മയ്ക്ക് ഇന്നൊരു സാരി വാങ്ങി കൊടുക്കാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ അങ്കമാലി ഓപ്ഷൻസിലേക്കാണ്. ഓപ്ഷൻസ് തുടങ്ങി കുറച്ച് നാളായെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത്. സാരീനെ കുറിച്ച് ABCD അറിയാത്ത ഞാനാണ് കേട്ടോ സാരി വാങ്ങാൻ വേണ്ടി വന്നേക്കുന്നത്. ഏത് ടൈപ്പ് സാരി വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പെട്ടുപോകും കേട്ടോ. ആ കൂടി എനിക്കറിയാവുന്ന പട്ട് സാരി മാത്രമേ ഉള്ളൂ. പക്ഷെ കളർ സെലക്ഷൻ അതിൽ ഞാൻ പൊളിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ വരുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. ജിബിയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ശരിക്കും അവരെ ഞെട്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. പിന്നെ മമ്മിക്ക് വേണ്ടി സാരി ചൂസ് ചെയ്യൽ ഇച്ചിരി ടഫ് ടാസ്ക്കാണ്. കാരണം പുള്ളിക്കാരി അത്ര ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രൈറ്റ് കളേഴ്സ് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിയോട് പറഞ്ഞു കേട്ടോ. ആ ചേച്ചി നല്ല നൈസ് ചേച്ചിയായിരുന്നു കേട്ടോ. കുറേ കളേഴ്സുകൾ കാണിച്ചു തരുന്നുണ്ടായിരുന്നേ. ഞാൻ ഈ കൈ പിടിച്ചിരിക്കുന്ന ആഷില്ലേ, ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇത് മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തീരെ ഡൾ ഷെയ്ഡ് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നില്ല. കുറച്ചൊക്കെ തെളിച്ചും വേണ്ടേ. ഒത്തിരി ഡള്ളായ ഷെയ്ഡുകൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ചേച്ചി കുറെ ഇട്ട് തളർന്നപ്പോ എന്നെ ഞാൻ പറഞ്ഞു, ഇനി ചേച്ചി എടുക്കണ്ട, ഞാൻ കാണിച്ചു തരാൻ സാരികൾ, അത് മാത്രം എടുത്തിട്ടാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് നമുക്കൊരു സാരി കിട്ടിട്ടോ. ഈ കളറ് എനിക്കിത് നല്ലോണം ഇഷ്ടമായി. അത്ര ഡൾ ഷെയ്ഡും അല്ല, അന്ന് ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡും അല്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. സാരി വാങ്ങാൻ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് 4 ചുറ്റും കണ്ണായിരിക്കും കേട്ടോ. നമുക്ക് എടുത്തെടുക്കുന്ന സാരിയും തൊട്ടപ്പുറത്തെ ആൾക്കാർക്ക് എടുത്തു കൊടുക്കുന്ന സാരിയും എല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഈ സാരിയൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ല ടെംപ്റ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം എടുക്കാനായിട്ട്. പിന്നെ ഇന്ന് വന്നേക്കുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ 2 സെലക്ട് ചെയ്ത് വെച്ചു. ആദ്യം കണ്ടുവെച്ച ആഷും പിന്നെ ഇപ്പം കണ്ടുവെച്ച ഗ്രീനും. ഇനി ഇത് രണ്ടും നമ്മളൊന്ന് വെച്ച് നോക്കിയിട്ട് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഓൾറെഡി സെലക്റ്റഡ് ആണ് പച്ച. എന്തായാലും ജസ്റ്റ് ഞാനൊന്ന് ആഷ് വെച്ച് നോക്കി. സംഭവം ഒരു ലൈറ്റ് ഷെയ്ഡാണ്. പക്ഷെ മമ്മി എപ്പോഴും എടുക്കുന്ന ഒരു ക്രീം ടൈപ്പ് ആയിട്ടുള്ള ഒരു സാരിയാണ്. അപ്പൊ എന്തായാലും വെറൈറ്റി എടുക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചു. അപ്പൊ ഇതെന്തായാലും നോ ആണ്. അങ്ങനെ നമ്മുടെ ഗ്രീൻ സാരി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. എന്തായാലും നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം കേട്ടോ. സംഭവം എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കളറാണ് ഈ സാരിക്ക്. എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മമ്മിക്ക് ഇഷ്ടമാവോ നമുക്ക് നോക്കാം കേട്ടോ. ഇഷ്ടമാവേണ്ടതാണ്, നമുക്ക് നോക്കാം. അപ്പൊ സംഭവം റെഡി. നമ്മളിത് പാക്ക് ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ സാരിയുടെ ബ്ലൗസിന്റെ മെറ്റീരിയൽ. ഹാർഡ്ലി ഒരു 20 മിനിറ്റ്സ് എടുത്തോളൂ കേട്ടോ നമ്മുടെ സാരി പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ടൈം കളയണ്ടെന്ന് വിചാരിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ. അങ്ങനെ ഫൈനലി നമ്മുടെ സാരി പർച്ചേസ് കഴിഞ്ഞു കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ എൻ്റെ ദൈവം ഒടുക്കത്തെ ചൂടാണ്.
ഫുഡ് കഴിക്കേണ്ട ടൈം ആയിട്ടോ. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഓറഞ്ച് ബേക്കേഴ്സ് ഉണ്ട്. എന്നാൽ പിന്നെ അവിടേക്ക് നടക്കാന്ന് വിചാരിച്ചു. ദൈവം ഈ ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല, കരിഞ്ഞു പോഞ്ഞത് ഭാഗ്യം. എന്തായാലും നമ്മുടെ ഓറഞ്ച് ബേക്കേഴ്സിലേക്ക് എത്തിയിട്ടോ. അവിടെ എത്തിയൊരു ലെമൺ ജ്യൂസ് കുടിച്ചപ്പോഴാണ് ദൈവമേ ഒന്ന് ഓക്കെ ആയത്. അതിൻ്റെ ഇടയ്ക്ക് ജിബി ഒന്ന് വിളിച്ചു കേട്ടോ. ഞാൻ അധികം സംസാരിക്കാൻ നിന്നില്ല, പെട്ടെന്ന് തന്നെ വെച്ചുട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയ കാര്യം പുള്ളിക്കാരനെ മനസ്സിലാവും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സർപ്രൈസ് പൊളിയും. വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ ഹോട്ടലിൽ കയറി തട്ടാന്നുള്ള കാര്യം അവർക്ക് അറിയില്ലല്ലോ. അവരൊരു ഫംഗ്ഷന് പോയിക്കാണല്ലോ, അവരും തട്ടാണല്ലോ. എന്തായാലും ഈക്കൽ. കുറേ നേരം കാത്തിരുന്ന് നമ്മുടെ ബിരിയാണിയും നൂഡിൽസും എത്തിയിട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ല തട്ടി. ആരും വിശപ്പുണ്ടെങ്കിലും നമുക്കിതൊന്നും ഫുള്ള് കഴിച്ചു തീർക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ എന്തായാലും പാർസൽ ചെയ്തു. പിന്നെ നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പെന്നിയിലേക്ക് വന്നു കേട്ടോ. ഇവിടെ അടിപൊളി ഐസ് കാൻഡി കിട്ടുന്ന സ്ഥലമാണ്. റീസെന്റ് എൻ്റെ ബ്രദർ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ പോകുന്നത്. ഇവിടെ ഒത്തിരി ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. മാംഗോ, സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി, പിസ്ത, പിന്നെ സ്നിക്കേഴ്സിന്റെ ഫ്ലേവർ ഉണ്ട്, കുക്കീസ്, കോഫി എന്നിട്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ബ്ലൂബെറിയും പിന്നെ അതുപോലെ മാംഗോ ആണ് കേട്ടോ പാക്ക് ചെയ്തത്. പിന്നെ നമ്മൾ ഊബറൊന്നും വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നില്ല കേട്ടോ. വേഗം തന്നെ ഒരു ഓട്ടോ പിടിച്ച് വേഗം തന്നെ വീട്ടിലെത്താന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീടെത്തി. സാൻഡി മോള് വന്ന ഉടനെ തന്നെ പാക്കറ്റ് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ബ്ലൂബെറി ഐസ് കാൻഡി. ഉള്ളിൽ ബ്ലൂബെറിയുടെ ഫ്ലേവർ മാത്രമല്ല, അത് നമുക്ക് ബ്ലൂബെറിയും കഴിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ മാംഗോയുടെ ഐസ് കാൻഡി. ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഒന്ന് കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട്, അത് കാരണം നമ്മൾ ഫ്രീസറിൽ വെക്കാണ് കേട്ടോ. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തേ ഇവര് വന്നു കേട്ടോ. ഫോൺ അധികം സംസാരിക്കാണ്ട് ഞാൻ പെട്ടെന്ന് വെച്ച കാരണമുണ്ട്. ഇവൾക്ക് എന്ത് പറ്റി, മൂഡ് ഓഫ് ആയോന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരൻ ചോക്ലേറ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. 10 രൂപയുടെ ഡയറി മിൽക്ക് കൊണ്ടുവരുന്ന ആള് ഇപ്രാവശ്യം ഫെറാറോ റോഷർ ആണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. കലിപ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഫെറാറോ റോഷർ കിട്ടുന്നു മനസ്സിലായി. അവരുടെ ഡ്രസ്സ് മാറിനേക്കാളും മുമ്പ് ഞാൻ എന്റെ സർപ്രൈസ് ആയിട്ട് പൊളിച്ചു. ജിബിയും മമ്മിയും പപ്പയും എല്ലാരും ഭയങ്കര ഹാപ്പി ആയേ. അവരിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കുറച്ച് നാളായി മമ്മിക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. എന്തായാലും ഇപ്പൊ കുറേ ഫംഗ്ഷൻസ് വരുന്നുണ്ട്, നോമ്പ് കഴിഞ്ഞ കാരണമുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണത്തിന് എടുക്കാലോ. മമ്മിക്ക് എന്തായാലും കളർ ഭയങ്കര ഇഷ്ടമായിട്ടോ. ബ്ലൗസ് വേഗം തന്നെ തയ്പ്പിക്കാൻ കൊടുക്കാന്നാണ് കേട്ടോ മമ്മി പറയുന്നത്. പിന്നെ സാരീനെ കുറിച്ച് വൺ ഡിസ്കഷൻ ആയിരുന്നു കേട്ടോ നമ്മള്. എന്തായാലും മമ്മിക്ക് ഇഷ്ടമായെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട്. നമ്മൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കുമ്പോ അവരുടെ മുഖത്ത് ചിരിയുണ്ടല്ലോ, അത് അടിപൊളിയാണ്. നിങ്ങൾ എന്നെ കണ്ടോക്ക്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ചക്ക കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചക്ക കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ടൈമൊന്നും ഇല്ല ഞങ്ങൾക്ക്. പിന്നെ ഒരു ചക്ക പഴുത്ത് വീണിട്ടുണ്ടായിരുന്നേ, അപ്പൊ അത് വേവിച്ച് വെക്കാന്ന് വേണ്ടി വിചാരിച്ചു. നോക്കി എന്ത് ഭംഗിയാ നോക്കിയ ചക്ക പൊളിഞ്ഞു വന്നേക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചക്ക അടിപൊളിയാണ്. എത്ര കഴിച്ചാലും നമുക്ക് മടുക്കില്ല കേട്ടോ. ചക്ക കഴിച്ച് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തടിച്ചിട്ടുണ്ട്. ഇനി ചക്ക സീസൺ കഴിഞ്ഞിട്ട് വേണം ഒന്ന് തടി കുറയ്ക്കാനായിട്ട്. എന്നാലും ചക്ക കഴിക്കാണ്ടിരിക്കില്ല എന്നല്ലേ, ചക്ക വിട്ടിട്ടൊരു പരിപാടിയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ വരണ വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.